പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പാർട്ടി ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ രണ്ട് സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്തിന്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ ഒന്നാം ഘട്ടത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ? അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ? ഓരോ മൈൽ സ്റ്റോണിന്റെ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട് ഇതിൽ ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടം. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവര്. 2016 ഫെബ്രുവരി 20 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. മനസ്സിലായില്ല? ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചു വച്ചിരിക്കുക. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ തെരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും. അഴിമതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണിത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്? ഒന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അവരുടെ നിന്നല്ലേ പിഴ ഈടാക്കേണ്ടത്? എഗ്രിമെന്റ് ഉള്ളതല്ലേ?
എഗ്രിമെന്റ് ഉണ്ടല്ലോ, എഗ്രിമെന്റ് 2005 മുതലുണ്ട്, 2011 എഗ്രിമെന്റ്. അപ്പൊ പെർഫോമൻസ് ഇല്ല. നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ്? ശരി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വിചിത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടികോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന്റെ അർത്ഥം സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്നാണ്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ഭൂമി കൊടുക്കാനുള്ള ഗൂഢമായ നീക്കമാണ് ഇതിന് പിന്നിൽ. ഭൂമി കച്ചവടമാണെന്ന് പോലും പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒപ്പം തന്നെ പിന്മാറാനുള്ള കാരണം മുഖ്യമന്ത്രി ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും പറയുന്നു പ്രതിപക്ഷ നേതാവ്.